നമ്മളുടെ മക്കൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതയും ആദിഭൗതികതയും ആദിജൈവികതയും പാപത്രയങ്ങളാകും. ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെയാണ് ശ്രീരാമചന്ദ്രൻ കുലച്ചൊടിച്ചത്. ഭാരതം വേദത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്, പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ആത്മീയതയെയും ഭൗതികതയെയും ജൈവികതയെയും ദൈവവിശ്വാസത്താൽ ചേർത്ത് വിളക്കുന്ന വിളക്ക് പോലെയാണ് ഭാരതം ലോകത്തിന് വെളിച്ചമാകുന്നത്. ആ വെളിച്ചം ആത്മീയതയുടെ ആസ്തികത്വം മാത്രമല്ല, ഭൗതികതയുടെ നാസ്തികത്വവുമല്ല, ജൈവികതയുടെ സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്ന ജൈവികതയുടെ സാത്വികതയാണ്. ആ സാത്വികതയാണ് ഭാരതം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന വേദദർശനം. ലോകത്തിന്റെ സർവ്വ ദുഃഖങ്ങളെയും സർവ്വ കുണ്ഠിതങ്ങളെയും നീക്കുന്ന വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിന്റെ ആ സ്വാത്വിക ദർശനം തന്നെയാണ് ലോകത്തിന് ഇന്ന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിന്റെ വേദം എന്താണ് നമ്മളോട് പറയുന്നത്? പുതുതലമുറയെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്ന് വേദം വേദനയാവുകയാണ്, ഷഡാധാരങ്ങള് ജഡാധാരങ്ങളാവുകയാണ്. ഇന്നും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാതെ ഇന്നിതെല്ലാം ഈശ്വരനെ കാണുവാനും ആത്മാവിനെ കാണുവാനും ആത്മാവിനോട് സല്ലപിക്കുവാനും പ്രേതത്തെ ആവാഹിക്കുവാനും മുജ്ജന്മത്തെ കാണാനും പുനർജന്മത്തെ കാണാനും മറ്റെന്തെല്ലാം അന്ധവിശ്വാസമുണ്ടോ അതെല്ലാം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗമായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഭാരതത്തിന്റെ വേദം ലോകത്തോട് പറയുന്നത്? വെറും ആത്മീയതയും ഭൗതികതയും മാത്രമാണോ? നമുക്ക് നോക്കാം. നമസ്തേ. പരാവിദ്യയും അപരാവിദ്യയും, ഭൗതിക വിദ്യയും ആത്മീയ വിദ്യയും ഇത് മാത്രമല്ല ഭാരതത്തിലുണ്ടായിരുന്നത്. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചിലർക്ക് ആത്മശക്തിയായിരിക്കും കൂടുതൽ, ചിലർക്ക് മനോശക്തിയായിരിക്കും, ചിലർക്ക് ശരീരശക്തിയായിരിക്കും. ജ്ഞാനശക്തിക്കും ഇച്ഛാശക്തിക്കും ക്രിയാശക്തിക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. അവരാണ് ശരിക്കും വൈഷ്ണവ അവതാരങ്ങളെ പോലെ ആയത്. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവ, ജൈവ, ശൈവഗണം എന്ന് പറയുന്ന സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ത്രിശക്തി വൈഭവമാണ്. ആ ത്രിശക്തി വൈഭവത്തെ പരം വൈഭവത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 വിദ്യകൾ ഇവിടെ നിലനിന്നിരുന്നു. അതിൽ ആദ്യത്തേത് ആത്മാവിന് വേണ്ടിയിട്ട്, ആത്മശക്തിയെ, ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഷ്ടബുദ്ധി ഗുണങ്ങളാണ്. അതിൽ ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, മോഹം, ആപോഹം, അർദ്ധബോധം, തത്വജ്ഞാനം എന്നിങ്ങനെയാണ് അഷ്ടബുദ്ധി ഗുണങ്ങളുടെ കോഴ്സ് പോകുന്നത്. ഇതിൻ്റെ ദേവത ബ്രഹ്മാവാണ്, മന്ത്രം ഓമാണ്. ഇത് ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനശക്തിയെ വർദ്ധിപ്പിച്ചാൽ നമ്മൾ ആരാകും? തത്വജ്ഞാനിയാകും. തത്വം പ്രിൻസിപ്പിളാണ്, ട്രൂത്തിനാലാണ് ഇത് സാധ്യമാക്കുന്നത്. പരമസത്യത്താലാണ് തത്വജ്ഞാനിയാകാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല അവിടെ സംസാരിക്കേണ്ടത്, പരമസത്യമാണ്. അഷ്ടബുദ്ധി ഗുണങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ പരമസത്യമായി മാറും, തത്വജ്ഞാനിയായിട്ട് മാറും, ഫിലോസഫറായിട്ട് മാറും. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഫിലോസഫി ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാവിന് വേണ്ടിയിട്ടുള്ള, ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ടുള്ള, ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന രീതിയാണ്. ഇനി രണ്ടാമത്തേതോ മനസ്സിന് വേണ്ടിയിട്ടാണ്, ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് അഷ്ടാംഗയോഗം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന ആ 8 തലങ്ങളിലൂടെ സമമായിരിക്കുന്ന ധീയിലേക്ക്, മഹാവൈഷ്ണവ ശക്തിയുടെ, വൃക്ഷലോക ശക്തിയുടെ വൈഭവത്തിനൊപ്പം എത്തിച്ചേരുന്ന അവസ്ഥ. സമമായിരിക്കുന്ന ധീ. ആർക്ക് സമമായിരിക്കുന്ന ധീ? മഹാവൈഷ്ണവ ശക്തിക്ക്, ഹരിതലോകത്തിന് സമമായിരിക്കുന്ന ധീ. നട്ടവനും നനച്ചവനും വെട്ടാൻ നിൽക്കുന്നവനും എല്ലാവർക്കും ഒരുപോലെ തണലേക്കുന്ന, ഫലമേകുന്ന, സർവ്വ ജീവനാംശവുമേകുന്ന ആ അവസ്ഥ. അതാണ് മനസ്സിന്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിച്ചു കൊണ്ടുള്ള അഷ്ടാംഗയോഗം. യോഗം തന്നെ എങ്ങനെയാണ്? 4 രീതിയിലാണ്: കർമ്മ, ഭക്തി, ജ്ഞാന, രാജയോഗങ്ങൾ. മനസ്സ് തന്നെ കർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട്, മനസ്സ് തന്നെ മനസ്സിന് വേണ്ടിയിട്ട്, മനസ്സ് തന്നെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, മനസ്സ് തന്നെ എല്ലാം ചേർന്ന് ഇതെല്ലാം അഭ്യസിച്ച് രാജയോഗത്തിലേക്ക് എത്തുന്ന ഒരു തലം. അത് മഹാ അവതാരത്തെ പോലെ ആകുന്ന ഒരു തലം. അപ്പോൾ ഈ അഷ്ടാംഗയോഗം പഠിച്ച് നമ്മൾ സമമായിരിക്കുന്ന ധീയിലേക്ക്, മഹാവിഷ്ണുവിന്റെ സത്വഗുണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്താകും? യോഗീ തലമാകും. ആത്മാവിനും മനസ്സിനും ശരീരത്തിനും രോഗമില്ലാത്ത രീതിയിലേക്ക്, യോഗീ തലത്തിലേക്ക് നമ്മൾ എത്തും. അത് മനസ്സിന്റെ കഠിന പഠന മാർഗമാണ്. ഈ അഷ്ടാംഗയോഗത്തിന്റെ ദേവത വിഷ്ണുവാണ്. അഷ്ടബുദ്ധിഗണങ്ങളിൽ ഓമാണ് മന്ത്രമെങ്കിൽ ഈ അഷ്ടാംഗയോഗത്തിന്റെ മന്ത്രം ഓം നമോ നാരായണായ. അഷ്ടാക്ഷരി മന്ത്രമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടാക്ഷരി മന്ത്രം ഓം നമോ നാരായണായ. അഷ്ടബുദ്ധിയെ പഠിച്ചിട്ട് നമ്മൾ തത്വജ്ഞാനിയായി, അഷ്ടാംഗയോഗം പഠിച്ച് നമ്മൾ യോഗീ തലത്തിലെത്തി. അടുത്തതോ അഷ്ടസിദ്ധി ഗുണം, അഷ്ടൈശ്വര്യം. അഷ്ടൈശ്വര്യം എന്തിനു വേണ്ടിയിട്ടാണ്? അഷ്ടസിദ്ധി എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ടാണ്. അതും 8 തലങ്ങളാണ്. അണിമാവ്, മഹിമാവ്, ലഘിമാവ്, ഗിരിമാവ്, ഈശത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്ന് പറയുന്ന ആ ഒരു തലം. സിദ്ധേശ്വരൻ, സിദ്ധിധരൻ, സിദ്ധിദായകൻ എന്നൊക്കെ പറയുന്നത് ആരാണ്? ശിവനാണ്. ശിവനാണ് ഈ അഷ്ടസിദ്ധിയുടെ ദേവൻ, ഈശൻ. അപ്പോൾ മന്ത്രം ഏതായിരിക്കും? ഓം നമ ശിവായ. അഷ്ടസിദ്ധി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? സിദ്ധനാകും. അഷ്ടബുദ്ധി ഗുണങ്ങൾ പഠിച്ചാൽ നമ്മൾ തത്വജ്ഞാനിയാകും. അഷ്ടാംഗയോഗം പഠിച്ചാൽ നമ്മൾ യോഗിയാകും. അഷ്ടസിദ്ധി ഗുണങ്ങൾ പഠിച്ചാൽ നമ്മൾ സിദ്ധനാകും. ഇത് 3ഉം പഠിച്ചാൽ നമ്മൾ അവതാരമാകും. ഇതാണ് ഭാരതം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയോധനം വശമാവില്ല. എല്ലാവർക്കും ഒരുപോലെ ആത്മവിദ്യയും വശമാവില്ല. എല്ലാവർക്കും ഒരുപോലെ യോഗവിദ്യയും വശമാവണമെന്നില്ല. അപ്പോൾ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, നമ്മളുടെ ആത്മശക്തി, മനഃശക്തി, ശരീരശക്തിക്ക് അനുസരിച്ചിട്ട് ഈ കോഴ്സുകളെ കുറിച്ച് അറിയുക, പഠിക്കുക. ഇതാണ് ഭാരതത്തിൻ്റെ വേദതലം. ഈ തലത്തിലേക്കാണ് നമ്മൾ നമ്മളുടെ തലമുറയെ കൂട്ടിക്കൊണ്ടുപോകേണ്ടത്, അല്ലാതെ അന്ധവിശ്വാസത്തിലേക്കല്ല. ഈ യോഗ പഠിച്ചു കഴിഞ്ഞാൽ പ്രേതത്തിനോട് സംവദിക്കാനോ സല്ലപിക്കാനോ അല്ലെങ്കിൽ ആത്മാവിനെ ആവാഹിക്കാനോ മുജ്ജന്മത്തിനെ കാണാനോ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്, പുനർജന്മത്തെ കാണാനല്ല. നമ്മളുടെ പുനർജന്മ സിദ്ധാന്തങ്ങളെല്ലാം തെറ്റിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതം മുന്നോട്ട് വെക്കുന്നത് അറിവാണ്, വേദമാണ്, അജ്ഞതയല്ല. ഇതെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിവിന് വേണ്ടിയിട്ടാണ്. അറിവ് എന്നാൽ എന്താണ് അർത്ഥം? വേദം എന്നാണ് അർത്ഥം, അല്ലാതെ അന്ധവിശ്വാസം എന്നല്ല അർത്ഥം. ഇപ്പോൾ ഓരോ ആചാര്യന്മാർ, സപ്താഹാചാര്യന്മാരായിക്കോട്ടെ, എത്തരത്തിലുള്ള ആചാര്യന്മാരായിക്കോട്ടെ, അഭിപ്രായമാണ് പറയുന്നത്. അഭിപ്രായമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ മക്കൾ പഠിക്കേണ്ടത് അറിവാണ്. അറിവാവണം നമ്മളുടെ മക്കൾ പറയേണ്ടത്. ആ അറിവിലേക്ക്, ആ പ്രണവവേദത്തിൻ്റെ അത്ഭുത ശാസ്ത്ര ലോകത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചെത്താൻ സമയമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ പ്രായമോ ഒന്നും നോക്കാതെ പ്രണവവേദം കേൾക്കുക. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 4 വേദങ്ങളുടെ ഉപവേദം 4 ഉണ്ട്. ആ 4-ൽ ഒന്നായിട്ടുള്ള ആയുർവേദത്തെക്കുറിച്ചാണ്, ആയുർവേദത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണം. കാരണം നമ്മളുടെ ആയുസ്, അതാണ് പരമപ്രധാനം. ഏറ്റവും വിലയുള്ളത് എന്താണെന്നറിയോ? സമയമാണ്. ആ സമയം എവിടെയാണ് ഇരിക്കുന്നത്? ആ സമയം നമ്മളുടെ ആയുസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും വിലയുള്ള ആ സമയം എന്താണെന്ന് അറിയാനായിട്ട് ആയുർവേദത്തെക്കുറിച്ചുള്ള ഈ അറിവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മളുടെ എല്ലാവരുടെയും മുൻധാരണകളെ മാറ്റിവെക്കുക, പ്രണവവേദം അല്പനേരം ഒന്ന് ശ്രവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം.